പ്രമുഖനായ സ്വഹാബി വര്യൻ മഹാനരായ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉപദേശം തേടുന്നുണ്ട്. യാ റസൂലല്ലാഹ് ഔസിനി, എന്നോടൊന്ന് ഉപദേശം നടത്തണമെന്ന്. അവരുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അഖ്ലിസ് നിയ്യത്തക, നിന്റെ ഉദ്ദേശം നീ നിഷ്കളങ്കമാക്കണം, വളരെ ആത്മാർത്ഥമായി നീ പ്രവർത്തിക്കണം. എന്നാൽ യക്ഫിക്കൽ അമലുൽ ഖലീൽ, നിനക്ക് കുറഞ്ഞ പ്രവർത്തനം കൊണ്ട് തന്നെ രക്ഷപ്പെടാൻ സാധിക്കും. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബയ്യനയിൽ നമ്മെ പഠിപ്പിക്കുന്നു, വമാ ഉമിറു, അവരോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല, ഇല്ലാ ലിയഅ്ബുദുല്ലാഹ, അള്ളാഹുവിനെ ആരാധിക്കാൻ, മുഖ്ലിസീന ലഹുദ്ദീൻ, അവരെ വഴിപ്പെടൽ വളരെ നിഷ്കളങ്കമായി ചെയ്യാനല്ലാതെ. ഏതു പ്രവർത്തനങ്ങളിലും നിഷ്കളങ്കതയും ആത്മാർത്ഥതയും വേണം. മഹാനരായ ഷഅറാനി ഇമാമ് അവിടുത്തെ ലവാഖിഹിൽ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. ഈ ഇഖ്ലാസിന്റെ ഏറ്റവും താഴ്ന്ന പടിയിൽപ്പെട്ടതാണ് ഒരാളുടെ പ്രവർത്തനത്തിൽ അയാൾ ഒരു മൃഗത്തെ പോലെ, ആ മൃഗം ഭാരം ചുമന്ന് കൊണ്ടുപോകുന്നു, അത് കൂലി ചോദിക്കുകയോ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുകയോ ഒന്നും ചെയ്യാതെ വളരെ കഷ്ടപ്പെട്ട് അതിൻ്റെ പണിയെടുക്കുകയാണ്. എന്നാൽ അതുപോലെ അമല് ചെയ്യുന്നിടത്ത് കൂലി ആഗ്രഹിക്കാതെ, അതുപോലെ പുകഴ്ത്തൽ ആഗ്രഹിക്കാതെ, മറ്റു മൃഗങ്ങളൊക്കെ നോക്കുന്നൊന്നും ആഗ്രഹിക്കാതെ പ്രവർത്തിക്കുക. അങ്ങനെ ഇഖ്ലാസോടുകൂടെ പ്രവർത്തിക്കുന്നവർക്കാണ് വിജയമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.